പുഷ്പ 2 സിനിമയ്ക്കിടെയുണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളിൽ നടൻ അല്ലു അർജുന് സ്ഥിരം ജാമ്യം 50,000 രൂപയും 2 ആൾ ജാമ്യവും നൽകണം. തെലങ്കാന നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. കെ ബി ശ്രീധരൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ശ്രീധരൻ, സ്ഥിരം ജാമ്യം ലഭിക്കുന്നു അല്ലു അർജുന് എന്നുള്ളതാണ് വാർത്ത. ഈ സ്ഥിരം ജാമ്യത്തിലും ഉപാധികളുണ്ടോ? എന്താണ് കോടതി നടപടി? അന്വേഷണത്തോട് സഹകരിക്കണം, 2 ആൾ ജാമ്യം, 50,000 രൂപ കെട്ടിവെക്കണം. ഇത്രയും ഉപാധികളാണ് ജാമ്യം അനുവദിച്ചുകൊണ്ട് നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നേരത്തെ തെലങ്കാന ഹൈക്കോടതി ഇദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് സ്ഥിരം ജാമ്യത്തിന് വേണ്ടി നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയെ അല്ലു അർജുൻ സമീപിച്ചത്. എന്നാൽ ഈ ജാമ്യാപേക്ഷയെ പോലീസ് ശക്തമായിട്ട് എതിർത്തിരുന്നു. ഈ വിവിധ കാരണങ്ങൾ, പ്രത്യേകിച്ച് അല്ലു അർജുന് ഈ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ അപകടം ഉണ്ടാകുന്നത് സംബന്ധിച്ച് പോലീസിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് അദ്ദേഹം വന്നു തുടങ്ങിയ വാദങ്ങളാണ് പോലീസ് പ്രധാനമായും ഉന്നയിച്ചത്. ഏതായാലും ഈ വാദങ്ങളെല്ലാം പോലീസ് ഉന്നയിച്ചു, പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. പക്ഷേ അല്ലു അർജുന്റെ വാദങ്ങൾ, അതായത് നേരത്തെ തന്നെ അദ്ദേഹത്തിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാകുറ്റം നിലനിൽക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഹൈക്കോടതി സംശയം ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം കൂടി പരിഗണിച്ച ശേഷമാണ് ഇപ്പോൾ അല്ലു അർജുന് ഇന്ന് വൈകിട്ടോടുകൂടി നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.